ഹേ ഹലോ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇന്നത്തെ അല്ല, ഇതിപ്പോൾ ഞാൻ എന്നും ചെയ്യുന്ന പരിപാടിയാണ്. അതായത് എനിക്കൊരു തറവാട്ടമ്പലമുണ്ട്, മീൻസ് കുടുംബക്ഷേത്രം. അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ ഞാനാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല, അച്ഛൻ്റെ സഹോദരനും പാപ്പനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ പരിപാടി ഞാനാണ് ചെയ്യാറ്, ഭൂരിഭാഗം ഞാൻ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ഫസ്റ്റ് വ്ളോഗാണ് ഫസ്റ്റ് വ്ളോഗ് അതെന്നെ കാണിക്കാമെന്ന് വിചാരിച്ച്. ഞാൻ അമ്പലത്തിൽ പോണതും പിന്നെ അവിടെ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ. ഇപ്പോൾ ഒരു കുടുംബക്ഷേത്രമുള്ള ആർക്കായാലും മനസ്സിലാവും എന്താണ് ചെയ്യുന്ന കാര്യങ്ങളെന്നൊക്കെ. ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ല എന്നല്ല, എന്നാലും അവർക്ക് കുറച്ചും കൂടി പെട്ടെന്ന് കത്തും ഈ സംഭവം. മണിയടിച്ച് നട തുറന്ന് രാവിലത്തെ പൂജ കഴിഞ്ഞ എല്ലാ പുഷ്പങ്ങളും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി ജസ്റ്റ് കർപ്പൂരാരതി കഴിച്ച് ഇറങ്ങി നടടച്ച് പോരുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ ഈ വീഡിയോയിലുള്ളൂ. പക്ഷേ പരമാവധി ഞാൻ ഷോർട്ടാക്കിയിട്ട് ചെയ്യാനാണ് നോക്കിയത്. പക്ഷേ ഇത് 8 മിനിറ്റായി, വല്ലാണ്ട് ലെങ്ത്ത് കൂടിപ്പോയി. അപ്പോൾ അമ്പലത്തിൻ്റെ കേസ് പറയാൻ വെച്ചാൽ ഞാൻ ഈ സംഭവം, അതായത് അമ്പലം നോക്കി നടത്താമെന്ന് പറയാൻ പറ്റില്ല. പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 12 വർഷത്തോളം കാലമായി ഇപ്പോൾ നിലവിൽ. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളൊന്നും പറയുന്നില്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാം എനിക്കറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഇതിലിപ്പോൾ നിങ്ങൾ എങ്ങനെ എടുക്കും എന്ന് എനിക്കറിയില്ല. ഈ സംഭവം ഞാൻ ചെയ്യണത് ആർക്കൊക്കെ എത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്നാലും ഇടണം എന്ന് തോന്നിയപ്പോൾ ഇട്ട്. ഈ യൂട്യൂബ് ചാനൽ വ്ളോഗ് കാര്യങ്ങളൊന്നും ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ്. ഇതൊക്കെ ഒരു എന്താ പറയുക, കോയിൻസിഡൻസ് ആയിട്ട് വന്നു എന്ന് വേണം പറയാനായിട്ട്. അതായത് ഒരു സിറ്റുവേഷൻ ഉണ്ടായി. എന്താ ഞാൻ പിന്നെ പറഞ്ഞുതരാം. സിറ്റുവേഷൻ ഉണ്ടായി, വീട്ടിലിരിക്കണ ഒരവസ്ഥ വന്നപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ടൊരു മനസ്സമാധാനം ഇല്ലാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാനിത് ഇങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി. അതായത് യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാം, സംഭവം ചെറിയ സംഭവമുള്ളൂ, പ്രോസസ്സുള്ളൂ. പക്ഷേ യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാം, എങ്ങനെ അടിപൊളിയായിട്ട് കൊണ്ടുപോകാമെന്നൊക്കെ ഇങ്ങനെ നോക്കി പല വ്ളോഗർമാരുടെയും വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഈ സംഭവം യൂട്യൂബ് ചാനൽ തുടങ്ങണത്. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ വീഡിയോ ഇടുന്ന സമയത്ത് ഇപ്പോൾ നിലവിൽ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഏകദേശം 2-3 ദിവസമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഇതൊക്കെ ഓരോ മൂഡനുസരിച്ചാണ്. എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഭയങ്കരമായിട്ടൊരു ക്രേസ് ഉണ്ട്. ഡെയിലി വ്ളോഗ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് ത്വരയുണ്ട്. പക്ഷേ ഇനിയുള്ള ദിവസത്തിൽ എനിക്ക് എത്രത്തോളം അത് ഉണ്ടാവും എന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനത്തെ ഒരു പുള്ളിയാണ് ഞാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പം എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചെയ്യുക. പിന്നെ എനിക്ക് ആ ഒരു സംഭവം ചെയ്യാൻ തോന്നണമെന്നില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു, എനിക്ക് അറിയില്ല. അപ്പോൾ കൂടുതലായിട്ട് എന്താ പറയുക, വർണ്ണിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഇപ്പം നിലവിൽ എനിക്ക് ഈ യൂട്യൂബ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വ്ളോഗുകൾ എടുക്കുക, ഡെയിലി വ്ളോഗുകൾ എടുക്കുക, എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, ഇങ്ങനത്തെ സംഭവം മാത്രമാണ് എനിക്കിപ്പോൾ നിലവിലത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ സ്ലാങ്, ഭാഷ, കാര്യങ്ങളൊക്കെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. ശരിക്കും ഞാൻ തൃശ്ശൂർകാരനാണ്, പക്ഷേ എൻ്റെ സ്ലാങ് തൃശ്ശൂർ തന്നെയാണോ എന്നുള്ള ഒരു സംഭവം ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് പഠിത്തം കാര്യങ്ങളൊക്കെ പഠിത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസമല്ല, പൂജയും കാര്യങ്ങളൊക്കെ പഠിച്ചത് ഏകദേശം കൊടുങ്ങല്ലൂർ സൈഡ് വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇടയ്ക്ക് ആ ടച്ച് വരും, അങ്ങനെയുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങളെ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. പിന്നെ ഇപ്പോൾ നിങ്ങളത് വിചാരിക്കുന്നുണ്ടാവും, ഇവരെന്താണ് ഈ അമ്പലത്തിൻ്റെ വീഡിയോ ഇട്ടിട്ട് ഇമാതിരി വർത്തനമൊക്കെ പറയണമെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫസ്റ്റ് വ്ളോഗാണ്. സോ എൻ്റെ ഒരു എൻ്റെ സംസാര രീതി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇതിൽ സംസാരിച്ചട്ടോ. അല്ലാത്ത പക്ഷം ഇതൊക്കെ പിന്നെ ഓൾറെഡി എല്ലാവർക്കും അറിയണ കേസാണ്. എല്ലാവർക്കും ഭൂരിഭാഗം മിക്ക ആൾക്കാർക്കും അറിയണ കേസാണ്.
അതായത് കുടുംബക്ഷേത്രത്തിൽ എന്താണ് ചെയ്യുക, അതൊക്കെ സാധാരണ എല്ലാവർക്കും അറിയണ കേസാണ്. അതായത് ഇപ്പോൾ എന്താ വൃത്തിയാക്കുക, വിളക്ക് വയ്ക്കുക, പിന്നെന്താ പൂജ ഉണ്ടെങ്കിൽ പൂജ ചെയ്യുക, ഇറങ്ങുക, അതായത് നടക്കുക ഇറങ്ങുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ വിവരിക്കുന്നില്ല എന്നുള്ളൂ. എന്താ ചെയ്യുന്നത്, ചന്ദനത്തിരി കത്തിക്കുക, കർപ്പൂരം കത്തിക്കുക, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിവരിക്കണില്ല എന്ന് വെച്ചിട്ടാണ്. ഇന്നത്തെ പിന്നെ ഫസ്റ്റ് വ്ളോഗല്ലേ, ഫസ്റ്റ് വ്ളോഗ് എന്തായാലും ഇങ്ങനെ പോട്ടെ ഞാൻ വിചാരിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കുറിച്ച്, അതായത് ഞാൻ സംസാരിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും കൂടുതലായിട്ട് പറഞ്ഞത്. എനിക്കറിയില്ല, അതായത് ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പുറത്തധികം ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ആയില്ല. എനിക്കെന്ന് പറഞ്ഞിട്ടൊരു സർക്കിളുണ്ട്, ഒരു 5 ഫ്രണ്ട്സ് ഉണ്ട്. 5 ഫ്രണ്ട്സ് മാത്രമല്ല, കുറേ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ ഇവന്മാരായിട്ടാണ് ഞാൻ കൂടുതൽ കണക്ഷൻ. അപ്പോൾ അവന്മാരുടെ അടുത്ത് അവർക്ക് തന്നെ അറിയാമല്ലോ, അതായത് എൻ്റെ സ്വഭാവം കാര്യങ്ങളെല്ലാം അവർക്കറിയാം. ഞാൻ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക, കാര്യങ്ങളെല്ലാം അവർക്കറിയാം. സോ അവരുടെ അടുത്ത് മാത്രമേ ഞാൻ കൂടുതലായിട്ട് ഇൻട്രാക്റ്റ് അല്ലെങ്കിൽ സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും, അതായത് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കുറേ ആൾക്കാർ വാച്ച് ചെയ്യണ സാധനമാണിത്. അപ്പോൾ ഇതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം എങ്ങനെ ആൾക്കാർ എടുക്കും എന്നുള്ള ചിന്തയുണ്ട്, ആ ഒരു പേടിയുണ്ട് മനസ്സിൽ. പിന്നെ വിചാരിച്ചു എന്തായാലും വെറുതെ ഇരിക്കുക. വെറുതെ ഇരിക്കുകയെന്ന് വെച്ചാൽ വേലയും കൂലിയൊന്നും ഇല്ല എന്നല്ല, പണിയൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് ഞാൻ വെറുതെ ഇരിക്കുക. അപ്പോൾ ജസ്റ്റ് ടൈം പാസിന് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ ഇപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തത്. വീഡിയോ മുന്നേ എടുത്ത് വെച്ചതാണ്. പിന്നെ എഡിറ്റ് ചെയ്യാനും സമയം കിട്ടിയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം മുന്നേ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മൂഡില്ല എന്നുള്ള കേസ്. നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയാണല്ലേ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഇൻട്രസ്റ്റ് നോക്കി നിന്ന് ഇപ്പം ഇത്രയും വൈകി. വീഡിയോ എടുത്ത് പയ്യെ കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ വിചാരിക്കണത് ഞാൻ വലിയ എഡിറ്ററാണ്. എഡിറ്ററും കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഷോർട്ടാക്കി പിന്നെ BGM-ഉം പിന്നെ കുറച്ച് ടെക്സ്റ്റിങ്ങൊക്കെ ചെയ്ത് അത്രേ ഉള്ളൂ. വേറെ കൂടുതലായിട്ട് ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയും ടൈം എടുത്തതിന് എനിക്കറിയാം ഞാനൊരു മടിയനാണെന്ന് എനിക്കറിയാം. സോ അതേപോലെ മടി പിടിച്ചിരുന്നിട്ടാണ് ഇപ്പം ഇങ്ങനെ ഇത്രയും ലേറ്റ് ആയത് വീഡിയോ. എൻ്റെ അടുത്ത് കസിനൊക്കെ പറയും, എടാ നീ ചെയ്യുന്നൊക്കെ പറയും. പക്ഷേ നമ്മളത് കേൾക്കില്ലല്ലോ, നമുക്ക് അപ്പോഴും ഉള്ളിലത്തെ ആ മടി കിടക്കണോണ്ട് നമ്മളത് ചെയ്യില്ല. അപ്പോൾ പറഞ്ഞു തന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഇപ്പോഴാണ് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ടൈം കിട്ടിയത്. മേ ബി ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 2 ദിവസത്തിനുള്ളിൽ എന്തായാലും അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ. സോ സബ്സ്ക്രൈബ് ആൻഡ് ചിൽ ഔട്ട്. ഓക്കെ, ബൈ ഗൈസ്.